Plus Academy. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DHA, MOH, അത് പ്രോമട്രിക് എക്സാമിൽ സാധാരണയായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: 34-year-old woman newly diagnosed with breast cancer asked the nurse that this information about her diagnosis should not be shared to all except her husband, and the nurse follows her instruction. In this condition, which of the following ethical consideration is applied? Our options are: first option is autonomy, second option confidentiality, and third option fairness, and fourth option is non-maleficence. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പുതിയതായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത ഒരു പേഷ്യന്റ് നഴ്സിനോട് പറയുകയാണ്: എന്റെ ഡയഗ്നോസിസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഹസ്ബൻഡിനൊഴികെ മറ്റാരോടും ഷെയർ ചെയ്യാൻ പാടില്ല. ആൻഡ് നഴ്സ് ഫോളോസ് ഹർ ഇൻസ്ട്രക്ഷൻ. ഏത് എത്തിക്കൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ എത്തിക്കൽ കൺസിഡറേഷൻ ആണ് ഇവിടെ നഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസിലേക്ക് വരാം. ആദ്യത്തെ ഓപ്ഷൻ ഓട്ടോണോമിയാണ്. ഓട്ടോണോമി. ഓട്ടോണോമി മീൻസ് റെസ്പെക്ട് ഫോർ ആൻ ഇൻഡിവിജ്വൽസ് റൈറ്റ് ഫോർ സെൽഫ് ഡിറ്റർമിനേഷൻ. അതായത് ഓരോ പേഷ്യന്റിനും അവരുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഡോക്ടർ ടോൾഡ് എ പേഷ്യന്റ് ദാറ്റ് ഹി ഹാസ് ടു അണ്ടർഗോ സർജറി and the patient doesn't want to undergo surgery. Our condition is that patient has the right to take decision. We cannot force that patient to undergo surgery. We have to follow the decision of the patient. അതാണ് ഓട്ടോണോമി എന്ന എത്തിക്കൽ പ്രിൻസിപ്പിൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് പേഷ്യൻസിൽ നിന്ന് കൺസെന്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓട്ടോണോമി അല്ല ആൻസർ ആയിട്ട് വന്നിട്ടുണ്ട്. So we have excluded this option from our answer. രണ്ടാമത്തെ ഓപ്ഷൻ കോൺഫിഡൻഷ്യാലിറ്റി ആണ്. Confidentiality means we are not supposed to share the personal information or the information about a patient to anyone else except unauthorized or those who are involved in the care of the patient. So ഇത് എല്ലാ പേഷ്യൻസിന്റെയും ഒരു റൈറ്റ് ആണ്. റൈറ്റ് ഫോർ കോൺഫിഡൻഷ്യാലിറ്റി. അതായത് അവരുടെ ഇൻഫർമേഷൻസ് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അവരുടെ കെയറിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് അല്ലാത്ത മറ്റാരുമായും ഷെയർ ചെയ്യാൻ പാടില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ പേഷ്യന്റ് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. ആൻഡ് ഷീ ഡസന്റ് വാണ്ട് ടു ഷെയർ ദിസ് ഇൻഫർമേഷൻ ടു എനിവൺ എക്സെപ്റ്റ് ഹർ ഹസ്ബൻഡ്. സോ നമ്മുടെ ആൻസർ ഏതായിരിക്കും? കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ, അടുത്ത ഓപ്ഷൻ കൂടി നമുക്ക് നോക്കാം. ഫെയർനെസ് ആണ് അടുത്ത ഓപ്ഷൻ ആയിട്ട് കിടക്കുന്നത്. ഫെയർനെസ് മീൻസ് വി ആർ ഡൂയിങ് ജസ്റ്റിസ്. ദാറ്റ് മീൻസ് വി ആർ ഗിവിംഗ് ദ കെയർ വിത്തൗട്ട് ഡിസ്ക്രിമിനേറ്റിംഗ് എ പേഷ്യന്റ്. സോ ഡിസ്ക്രിമിനേഷൻ പല വിധത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഡിസ്ക്രിമിനേഷൻ ഇൻ ടേംസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, റേസ്, റിലീജിയൻ. സോ വൈൽ വി ആർ കെയറിംഗ് എ പേഷ്യന്റ്, വി ഷുഡ് നോട്ട് ഡു ദാറ്റ്. അങ്ങനെ നമ്മൾ ഈക്വൽ ആയിട്ട് കെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ ആകുമ്പോൾ വി ആർ ഡൂയിങ് ഫെയർനെസ് ഓർ ജസ്റ്റിസ്. നാലാമത്തെ ഓപ്ഷൻ നോൺ മാലഫിസിയൻസ് ആണ്. നോൺ മാലഫിസിയൻസ് എന്ന് പറഞ്ഞാൽ നോട്ട് ഡൂയിങ് ഹാം ടു അതേഴ്സ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ വി ആർ നോട്ട് ഓഫറിംഗ് കൊക്കോകോള ഓർ സച്ച് ടൈപ്പ് ഓഫ് ഡ്രിങ്ക്സ് ടു എ ഡയബറ്റിക് പേഷ്യന്റ്. സോ വെൽ ഡൂയിങ് ദാറ്റ് ബട്ട് വി ആർ നോട്ട് ഹാമിംഗ് ഹിം ഓർ ഹർ. സോ നമ്മുടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഒക്കെ വരുമ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. വിത്ത് അനദർ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ we will meet again. Till then, bye.